അങ്ങനെ കൊറേ ഊറ്റി കൊറേ തിന്നിട്ട് ആ തള്ളനെയും ചവിട്ടി നാണുണ്ട. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ഷിയാസ് കരീം. ഇപ്പോ ഷിയാസ് കരീമിന്റെ വിഷയമാണ് 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഷിയാസ് കരീമിന്റെ കാര്യം പറയുമെങ്കിൽ ആദ്യമേ തന്നെ പറയാം, ഒരു കോഴിയാണ് എന്നുള്ളതാണ്. ഉപദ്രവകാരി അല്ലാത്ത കോഴി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പലർക്കും ഉപദ്രവവും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മുമ്പ് മുതലേ പല പെൺ കേസുകളും ഉണ്ടായിരുന്നു. പലപ്പോഴായി ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു കൊച്ചൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഷിയാസ് കരീമിന് ഏറ്റവും കൂടുതൽ വെറുപ്പ് നേടിക്കൊടുത്തത് മറ്റൊന്നുമല്ല, ആ ബീഫ് വിഷയമാണ്. വെറുതെ ഇരുന്ന എന്താണ് അലിമോട് പോയി ചോദിക്കുന്നു, നീ ബീഫ് കഴിക്കാത്തത് BJP ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും BJP-ക്കാർക്ക് ചൊറിയും, BJP-ക്കാരെ എടുത്തിട്ട് അലക്കി എന്നുള്ളതാണ്. വാക്കെടുത്തിട്ട് ആവശ്യമില്ലായിരുന്നു, മനസ്സിലായോ? അതാണ് ഈ ഷിയാസ് കരീമിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചുമ്മാ ഒരു പൊങ്കച്ചം പോലെ എന്തോ മറ്റവനാണെന്നുള്ള രീതിയിൽ ചുമ്മാ ഇങ്ങനെ ഈ പറയുന്ന എല്ലില്ലാതെ ആക്കുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകും. അവസാനം കിടന്ന് കൈകാലിട്ട് അടിക്കും എന്നുള്ളത്. ഒരു കണക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞ അഖിൽമാരാറെ പോലെ. അഖിൽമാരാർക്ക് ഇതാണ് പ്രശ്നം. ആവശ്യമില്ലാതെ ആലോചിക്കാതെ വാവിട്ട വാക്കുകൾ പറയും, പിന്നെ അതിൽ കിടന്ന് ഉരുളും എന്നുള്ളതാണ്. ഇപ്പോൾ അഖിൽമാരാർ ഇതിനെ കിടന്ന് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അഖിൽമാരാർക്കും ഷിയാസ് കരീമുമായിട്ടുള്ള ഒരു പോട്ടി ഉണ്ടല്ലോ. പലരും പറയുന്നത് അഖിൽമാരാറാണ് ചെയ്യിപ്പിച്ചത്, അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. അഖിൽമാരാറാണ് ഈ ഒരു കേസ് കൊടുപ്പിച്ചത്, അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ അവർ തമ്മിൽ പോട്ടി ഉള്ളതുകൊണ്ട് ഒരു അവസരം വീണപ്പോൾ അഖിൽമാരാർ അതിനെടുത്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അത് ആരായാലും യൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി ഷിയാസ് കരീമിന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മുങ്ങിയൊക്കെയാണ്. ഇപ്പൊ ആളിവിടെ ഇല്ല, ആള് മുങ്ങലാണ്, ഒളിവിലാണ് എന്നുള്ളതാണ്. ഷിയാസ് കരീമിന്റെ ഇപ്പോഴത്തെ കേസ്, നിലവിലെ കേസ് എന്താണ്? പറഞ്ഞു പറ്റിച്ചു, വിവാഹ വാഗ്ദാനം നൽകി ഏതാണ്ട് 65 ലക്ഷം രൂപ അടക്കം ഇത് പറ്റിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോ ഷിയാസ് കരീം ഈ ഒരു പിന്നീട് കേസ് വന്നപ്പോൾ ഷിയാസ് കരീം വലിയ മറ്റവൻ എന്നുള്ള രീതിയിൽ വന്ന് ഒരു ലൈവൊക്കെ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞു, ആ തള്ളെ അറിയാമോ, എന്റെ ഉമ്മയുടെ പ്രായമുണ്ട്, മറ്റന്നാണ് മറിച്ചതാണ്, 10-65 വയസ്സുണ്ട്, അവരെ ഞാൻ പീഡിപ്പിക്കണോ, അവരെ എന്റേന്നാണ് ക്യാഷ് വാങ്ങിച്ചത്, എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഒക്കെ കാശും ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇത് അവർക്കെതിരായിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, ഇത് അവർ കൊടുത്ത കൗണ്ടർ കേസാണ് എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. ഷിയാസ് കരീം അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്ന് അത് ഇനിയേ അറിയാമല്ലോ. അങ്ങനെ ഒരു സംഭവം ഷിയാസ് കരീം പറയുന്നതല്ലാതെ ഞാൻ തെളിവൊന്നും കണ്ടിട്ടില്ല. ഈവൻ അവർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള തെളിവ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു വിടുവായുത്തരം, എപ്പോഴും പറയും പോലെ വിടുവായുത്തരം ഞാൻ മറ്റവനാണെന്നുള്ള കോപ്പിൽ വന്ന് കാറിൽ എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ അവർക്ക് കുരുപൊട്ടി. ആർക്ക്? ഏതാണോ എതിർ കക്ഷിയിൽ നിൽക്കുന്നത് അവർക്ക് കുരുപൊട്ടി. അവരെന്ത് ചെയ്തു? വന്ന എല്ലാ തെളിവും പട്ടേന്ന് അങ്ങ് ഇട്ട് കൊടുത്തു. ഷിയാസ് കരീം എന്ത് ചെയ്തു? ഈ അവരുടെ അടുത്ത് കിടന്ന് സൊള്ളുന്നതും വളരെ വൃത്തികെട്ട ലാംഗ്വേജ്, എന്റെ ഇഷ്ടം വായില്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മെച്ചമായ രീതിയിലുള്ള സംസാരങ്ങളും ലൈംഗിക ചുവയോടുള്ള സംസാരം എല്ലാം കൂടി അവരെടുത്ത് വെളിയിലിട്ടു. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ പിന്നീട് ഹേർട്ട് ചെയ്തത്, ഇവർക്ക് 65 വയസ്സ്, എന്റെ ഉമ്മയുടെ പ്രായമുണ്ട്, അവൻ എന്നെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇപ്പൊ പുറത്തു വരുന്ന വോയിസുകൾ നമുക്ക് വിശ്വസിക്കാം. കുറെ വോയിസുകൾ വന്നിട്ടുണ്ട്, ഞാൻ ഇത് വയ്ക്കുന്നുണ്ട്. അതുമല്ല, ഷിയാസ് കരീമിന്റെ വൈഫിന്റെ എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വോയിസ് ഞാൻ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്. അതിനകത്ത് ഇവരെ പറ്റി പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വോയിസ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോ ഈ വോയിസുകൾ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഇവർ നല്ല രീതിയിൽ അവരെ ഊട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഷിയാസ് കരീമിന്റെ വൈഫിന്റെ വോയിസ് എന്ന് പറഞ്ഞ് ഇപ്പം പുറത്തു വന്ന ആ വോയിസിലും ആ ഭാര്യയും പറയുന്നുണ്ട്, നിങ്ങൾ അവരെ കുറെ പറ്റിച്ചിട്ടില്ലേ എന്ന് അവരും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇതിന്റെയൊക്കെ വോയിസ് വെക്കുന്ന മുമ്പേ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ വിഷയം എന്താണ്? പിന്നെ ആദ്യം ഈ ഷിയാസ് കരീമിന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്താണ്, ദർഫ ഷിയാസ് ഇടയ്ക്ക് വെച്ച് ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡോണ്ട് വറി വി ഹാവ് ദ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കാരണം അവരിപ്പം പ്രസവിച്ച് ഇപ്പം ഒരു ഉമ്മയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഭർത്താവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളവരൊക്കെ തെറ്റ് പറയുന്നതല്ല. അപ്പൊ അവരുടെ എന്ന് പറയുന്ന ഒരു വോയിസ്, അതിനകത്ത് ഈ പറയുന്ന വിക്ടിമിന്റെ പിന്നീട് പേര് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്, കേൾക്കൂ. അങ്ങനെ കൊറേ ഊറ്റി കൊറേ തിന്നിട്ട് ആ തള്ളനെയും ചവിട്ടി നാണുണ്ട നിങ്ങക്ക്. ഷിബയും ഉമ്മയും കുറെ ഊറ്റിയല്ലോ, കഥയൊക്കെ നമുക്കറിയാം, കണക്കൊന്നും നമുക്കറിയാം. നമ്മൾ ഊറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഒന്ന് പറയും.
ഓക്കെ, ഞാൻ ഇത് ഒരിക്കൽ കൂടി വെച്ച് തരാം. ആദ്യം ഞാനിത് പറയാം. ആ ആ ഒരു വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കുറെ ഊട്ടിയല്ലോ. നിങ്ങൾ അവരെ കുറെ, അതായത് ഈ പറയുന്ന ഷിയാസ് കരീം അവരെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയെന്ന് ഭാര്യ തന്നെ പറയുന്നു. ഭാര്യയുടെ വോയിസ് എന്നാ പറയുന്നത്. ഏതാണ്ട് 99% ഞാനും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത്. ശരി, അപ്പൊ ഊട്ടി എന്ന് പറയുന്നു. ഉമ്മയും ഇവരുടെ ഉമ്മയും മറ്റാരോ അവരും ഊട്ടി എന്ന് പറയുന്നുണ്ട്. അത് ആരാണ്? പിന്നെ അതുമല്ല, ഇതിന്റെ ഇടയിൽ കൂടി പറയുന്നത് നമ്മൾ അങ്ങനെ ഊട്ടിയിരുന്നെങ്കിൽ പ്രശ്നമില്ല, അതായത് എനിക്കും കൂടി ഊട്ടാൻ കിട്ടിയിരുന്നെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ആ ഒരു വോയിസ് ഞാൻ വെച്ചുതരാം. കൊറേ ഊറ്റി കൊറേ തിന്നിട്ട് ആ തള്ളനെയും ചവിട്ടി നാണുണ്ട നിങ്ങക്ക്. ഷിബയും ഉമ്മയും കൊറേ ഊറ്റിയല്ലോ. കഥയൊക്കെ നമുക്കറിയാം, കണക്കും നമുക്കറിയാം. നമ്മൾ ഊറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഈ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഒന്ന് പറയും. മനസ്സിലായി? നമ്മളും കൂടി കുറെ ഊറ്റിയെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ മാത്രം ഊറ്റിയത് ശരിയായില്ല, എന്നെയും കൂടി ഊറ്റാൻ വിടാത്തത് എന്നുള്ളതാണ് എനിക്കിത് മനസ്സിലായത്. അതായത് അവരെ ഊറ്റി അവരെ പൈസയും വാങ്ങിച്ച ഉമ്മേനെ ചവിട്ടുകയും ചെയ്തു. ഏത് ഉമ്മേനെന്ന് അറിയത്തില്ല. അപ്പൊ ഇത് ഈ പറയുന്ന ഷിയാസ് കരീമിന്റെ ഭാര്യയുടെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന ഒരു വോയിസാണ്. ഈ ഒരു ഭാര്യയുടെ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറെ മാറ്റമൊന്നും വേണ്ട. ഭാര്യ തന്നെ പറയുന്നുണ്ട് നീ അവരെ കുറെ ഊറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇതിനകത്ത് ഇപ്പം പുറത്തു വന്ന വേറെ കുറെ ഈ പറയുന്ന കാമുകി എന്ന് പറയുന്നതിന് 45 വയസ്സ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇവൻ ഈ പറയുന്ന 60 ഇവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് അവിടുന്ന് ഊരി പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് 60 വയസ്സായി, ഉമ്മയുടെ പ്രായമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ 45 വയസ്സ് മാത്രമേ ഈ സ്ത്രീക്ക് പിന്നീട് പ്രായമുണ്ട്. ഭർത്താവുമായിട്ട് പിരിഞ്ഞു നടക്കുന്നു എന്നറിയുന്നു. 2 കുട്ടികളുണ്ടെന്നൊക്കെ അറിയുന്നു. ഗൾഫിലായിരുന്നു, പിന്നെ കോഴിക്കോടായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ കുറെ വോയിസ്, പുതിയതായിട്ട് കുറെ വോയിസും കൂടി വന്നിട്ടുണ്ട്. ഇവന്റെ കുറെ പൈസ പിന്നെ അവൻ 2 വർത്തമാനം പറയും. ചക്കരയെ മുമ്പ് ഉറങ്ങിയാടി 25,000 അയക്കണേ എന്നാണ്. എന്തുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ഒരു 50,000 അയക്കണേ. ഇത് തന്നെയാണ് ആ വോയിസിന് മൊത്തം. 1-2 അവളെ സൂചിപ്പിക്കുക, അതിനുശേഷം ക്യാഷ് എടുക്കുക. അത് ഒരിടത്തല്ല, ഒരു 10-100ഓളം സ്ഥലത്ത് ഇവൻ ക്യാഷ് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് ആണ്. ആ വോയിസ് വെക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വിഷയം ഇതെന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വരാൻ ഉള്ള കാരണമെന്ന് എനിക്ക് തോന്നിയ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഈ ഷിയാസ് കരീം പണ്ട് മുതലേ ഈ പറയുന്ന ഒരു ഓരിയാണ്. പലരുമായിട്ട് പല കേസുകളും ഉണ്ടായിരുന്നു. പിന്നെ അവർക്കാർക്കും ഈ പിന്നീട് എന്താണ് പ്രശ്നമില്ലാത്തടത്തോളം കാട്ടും. അപ്പം ആരാണോ അവൻ കോഴിത്തരം കാണിക്കുന്നത്, അല്ല അവൻ പോയി എന്തോ ചെയ്യട്ടെ, അവർക്ക് രണ്ടുപേർക്കും മ്യൂച്വൽ പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ ഇഷ്ടത്തോട് കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് ആർക്കും ഒരു വിഷയമില്ല. ഇവിടെ ഇപ്പൊ ഒരു വിഷയം വന്നത് അവൾക്ക് വിഷയം വന്നു എന്നുള്ളതാണ്. അവൾക്ക് വിഷയം വരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവൻ ചെറുപ്പമായിരുന്നു. ഇവൻ മുമ്പേ കിട്ടിയ കല്യാണത്തിന് മുമ്പേ ഇവരുമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, ഈ പറയുന്ന ബന്ധമുണ്ട്. ഇൻസ്റ്റയിൽ വഴിയൊക്കെ ബന്ധപ്പെട്ടതെന്നാണ് പറയുന്നത്. ഈ ബന്ധം വളർന്ന് അവന് ഭർത്താവിൽ അവൾ ഗൾഫിലെന്ത് വന്നപ്പോൾ അവിടെ പോയി ഇവരുമായിട്ട് എന്ത് ചെയ്തു, ശാരീരിക ബന്ധവും ലിവിംഗ് ടുഗദർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് അവര് എന്ത് ചെയ്തു, അവർ നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ അവരെയും കണ്ടി എങ്ങനെയായാലും ഏജ് കുറവാണ്, 10-15 വയസ്സിന്റെ കുറവുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഏജ് കുറവായ പിന്നീട് പയ്യനുമായിട്ട് ഈ പറയുന്ന ഏജ് കൂടിയായ മറ്റൊരു ബന്ധം ഇവര് ആ സമയത്ത് ഇവര് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും എന്നുള്ളതാണ്. ആ സമയത്ത് ഇവൻ എന്ത് ചോദിച്ചാലും കൊടുത്തുകൊണ്ടേയിരിക്കും. ആദ്യം ഇവൻ ചെന്ന് ചക്കരയെ മകളെ, അതായത് ഒരു ഭാര്യയെ സ്നേഹിക്കും പോലെയൊക്കെ ആദ്യം ഇവരൊക്കെ സ്നേഹിക്കും. ഷിയാസ് കരീം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ ചോദിക്കുമ്പോഴൊക്കെ അവരെ ഇല്ലാതെ കടം മറിച്ചതൊക്കെ എടുത്തുകൊണ്ട് ഇവര് നല്ല രീതിയിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറെ കഴിയുമ്പോൾ യമനും മടുക്കും. ഈ സാധനത്തിന് ഷിയാസ് കരീമിനും മടുക്കും. ഷിയാസ് കരീം പുതിയ മേച്ചിൽപ്പുറം തപ്പി നടക്കും. ആ സമയത്ത് ഇവർക്ക് മുമ്പ് കൊടുത്തിരുന്ന ആ ഒരു കെയറൊന്നും കൊടുക്കാതെ വരും. മനസ്സിലായോ? പിന്നെ അവോയ്ഡ് ചെയ്ത് തുടങ്ങും. പണം മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് വരും. കാരണം പേരിന് വേണ്ടിയിട്ട് ശരി ഓക്കെ ഞാൻ വരുന്ന ചക്കര 25,000 അയക്കണേ എന്നുള്ള രീതിയിൽ അപ്പൊ ഇവർക്ക് ഇത് കത്തും. പിന്നെ ഇവരെ കൂടുതൽ അവോയ്ഡ് ചെയ്യുമ്പോൾ ഇവർക്ക് അത് കൊണ്ടങ്ങോട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ഇത്തിരി ഏജ് കൂടിയ, അതായത് പയ്യനെയും കണ്ടി നല്ല ഏജ് ഉണ്ടെങ്കിൽ അവർക്ക് ഇവനെ വിട്ടുകളയാനുള്ള ആഗ്രഹങ്ങൾ ഏത് രീതിയിലും എങ്ങനെയും കൂടെ നിർത്തണം എന്നുള്ള ആഗ്രഹമായിരിക്കും ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിപ്പോ അവരെ കല്യാണം കഴിപ്പിച്ച് കൂടെ നിർത്തണം എന്നൊന്നുമില്ല. അവന് വേറെ കല്യാണം കഴിച്ചോളൂ അങ്ങനെ എന്നുള്ള ബന്ധം ഇത് കാണില്ല. എങ്ങനെയായിരുന്നു മുമ്പ് ഇരുന്നത്, പണ്ട് എനിക്ക് എന്ത് കൺസിഡറേഷൻ ആണ് തന്നുകൊടുക്കുന്നത് ആ കൺസിഡറേഷൻ എനിക്ക് ഇപ്പോഴും കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് കുറെ ഇവന് മടുക്കുമ്പോൾ ഇവൻ ഊറ്റാനുള്ളതൊക്കെ ഊറ്റി ഇനി ഇല്ലെന്ന് പറയുമ്പോൾ ഇവന്റെ സ്വഭാവം, ഇവന്റെ കോവിത്തരം വെച്ചിട്ട് ഇവൻ മറ്റു പെണ്ണിലേക്ക് പോകും. തന്നെ അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. കുറെ നേരം സംസാരിച്ച് കാണും. അങ്ങനെ ഇതുപോലത്തെ കുറെ സ്റ്റോറികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറെ സംസാരിക്കും, ചക്കര നീ ഇല്ലാതെ പറ്റില്ലടാ വാടാ മറ്റേ പറിച്ചതൊക്കെ കരഞ്ഞിട്ടുണ്ടാവാം. അവസാനം
പറ്റില്ല, മറ്റാണ് ഇനി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടി മാത്രം വരുന്നതെന്ന് മനസ്സിലായി. പിന്നെ ഇവ എപ്പോഴെങ്കിലും കയറി പിന്നീട് ഇവരുടെ അടുത്ത് ചൂടായിട്ടാണ് ഇവരുടെ കേസ് തുടങ്ങി എന്ന് പറഞ്ഞ ചൂടാക്കണം. അപ്പോൾ ഇവർക്ക് കുരു പൊട്ടി. അപ്പോൾ നിരന്തരമായി ഇവരെ സംസാരിക്കാതെ ഇവരെ കുറിച്ച് ആവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനി എനിക്ക് കിട്ടത്തില്ല, അപ്പം എനിക്ക് കിട്ടിയില്ല ഇനി ആർക്കും കിട്ടരുത് എന്നൊരു ലെവലിലേക്ക് ഈ സ്ത്രീകൾ പൊതുവെ വരും എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ നീ ഇനി എന്നെ പറ്റിച്ചുകൊണ്ട് വരും, ഇനി ഒരൊറ്റ ആർക്കും കിട്ടണ്ട. അപ്പം ഏത് ലെവലിലും ഇവനെ എന്ത് ചെയ്യാം, ഇല്ലാതാക്കുക എന്നൊരു ചിന്തയിലേക്ക് അവർ വരും. അതിന്റെ കൂടെ ഇവരെ ആക്ഷേപിച്ചും കൂടി പറഞ്ഞല്ലോ. അതായത് 65 വയസ്സെ പടുക്കിളവിയാണ്, ഉമ്മേരെ പ്രായമുണ്ട്, ഇവർക്ക് എത്ര ഇതുണ്ട്, അവരാണ് എന്നെ ഇങ്ങോട്ട് എന്റെ പൈസ പിടിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഫാൾസ് ആയിട്ടുള്ള അലിഗേഷൻ അവരുടെ തലയിലും കൂടി ഇവൻ കൊണ്ടുവച്ചും കൂടി കൊടുത്തപ്പോൾ അവർക്ക് കൂടി പൊട്ടി അവരെല്ലാം കൂടി എടുത്ത് വെളിയിട്ടു എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ചുരുക്കം. ഇനി ആ ഒരു വോയിസും കൂടി വെക്കുക, അതും കൂടി കേട്ട് ഇപ്പൊ പുറത്തിറങ്ങിയ വോയിസുകൾ. 5 ലക്ഷം രൂപ ലീസിന് വണ്ടി കിട്ടും, അതെടുത്താലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. 23-ാം തീയതി 24-ാം തീയതിക്ക് ഞാനവിടെ എത്തൂല ഇൻഷാല്ലാ. പൊളിക്കാം നമുക്ക്. മലപ്പുറം വിളിക്കാത്ത അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നുമല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഗർഫുണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിലില്ല, നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്, പരിപാടികളൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, പക്ഷേ അത് നോമ്പൊക്കെ നമ്മൾ സംസാരിക്കാം. ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല, അതുകൊണ്ട് മെസ്സേജാണ്. ഉമ്മ എൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞു, അല്ല വേറെ അപ്പോഴും ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മളിങ്ങനെ കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിൻ്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നല്ല തിരക്കാണ്. ഞാൻ ജിമ്മിൻ്റെ പണിയെടുക്കുന്നിടത്ത് ഓടി പണിയെടുക്കാണ്, ഫുൾ ടൈം അങ്ങോട്ട് കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ നാട്ടിലല്ലോ, സൗദിയിലല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല, പിന്നെ ഞാനെങ്ങനെ എപ്പോഴും അയച്ചിട്ട് അയക്കാത്താണ്. നീ ദർഫയായിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളൂ. നീ ദർഫയായിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ ഇങ്ങോട്ട് വേണം. നീ തന്നെ അവളോട് മെസ്സേജ് അയച്ച് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് ഒരു മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ ജസ്റ്റ് സംസാരിക്കുക പ്ലീസ്. ഈ ജിമ്മോട് നീ ദർഫായിട്ട് വിളിച്ച് സംസാരിച്ച് രണ്ടുപേരെ എനിക്ക് വേണമെന്നുള്ളത് ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഈ പറയുന്ന ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്. ഇവരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് ഭാര്യയും വേണം, നിങ്ങളെയും വേണം, രണ്ടുപേരും എനിക്ക് ഒരുപോലെ ഇഷ്ടം, രണ്ടുപേരും ഇവരുടെ ജീവിതകാലം മൊത്തം എന്റെ കൂടെ വേണം എന്ന് സ്ഥിരം പറയുന്നത്. ഇവന്റെ പറച്ചിൽ മാത്രമാവും, ഇവർക്കിത് മനസ്സിലാവും പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇവൻ ഇവരുടെ കൂടെ ബന്ധപ്പെടാൻ കൂടി ഇവന് ഒരു വിമുഖത കാണിച്ചു വരുമ്പോൾ ഇവർക്ക് കത്തും. അങ്ങനെയാണ് ഇവർ കൊട്ടുന്നത് എന്നുള്ളതാണ്. എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും കൂടെ സന്തോഷത്തോടെ എല്ലാവരും വേണം. എനിക്ക് ദർഫ് മാത്രമല്ല, നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ അടുത്ത് പെരുമ്പാർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. എനിക്കെന്ത് പ്രശ്നമാണ് ഞാൻ ഒന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. ഞാൻ ഇത് കേട്ടോ 7 അത്യാവശ്യമായിട്ട് വേണം. ഒരു 1-2 ദിവസം ആണുള്ളത്, റെഡിയാക്കണം. മതി നോക്ക്, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഓക്കെ, ഒന്ന് സെറ്റ് ചെയ്തിട്ട് പറ ഇൻഷാല്ലാ. എവിടെ വെച്ചാൽ കളക്ട് ചെയ്തോളാം, അല്ലെങ്കിൽ എത്തിക്കാൻ ഉച്ചയിലേക്ക് ഇൻഷാല്ലാ. കേട്ടെ, ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. നീ ദർഫയായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളും. നീ ദർഫയായിട്ട് ഓക്കെ, അത് റിപ്പീറ്റാണ്. എല്ലാത്തിനും നീക്ക് എന്തിന്റെ ഈ അള്ളാനെ കൂട്ടുപിടിക്കുന്നത്? എല്ലാ തെണ്ടിത്തനം കാണിച്ചിട്ട് പാവം അള്ളാനെ കൂട്ടുപിടിച്ചോളൂ ഇൻഷാല്ലാ. ഈ തെണ്ടിത്തനം കാണിച്ചതിന്റെ ഇടയിൽ കൂടിയാണ് അതെന്തിനു വിളിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. തെണ്ടിത്തനം കാണിച്ചോ, നിങ്ങളുടെ ദൈവത്തിനെ അങ്ങ് മാറ്റിയെടുത്ത് അങ്ങനെ ഇതിന്റെ ഇടയിൽ പിടിച്ചിരിക്കുന്നതിനൊക്കെ നല്ലത്. അപ്പൊ ഇതിനകത്ത് അവൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ പോലെയാണ്, ഭാര്യയെ പോലെയാണ് അവൾ, പൈസ 25,000 പിറന്നാളിന് ശേഷം മതി, അങ്ങനെ പണത്തിന് വേണ്ടി തന്നെയാണ്. പണത്തിന് വേണ്ടി മാക്സിമം അവളെ യൂസ് ചെയ്യുക, എത്രത്തോളം പണം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ഇവൻ ഈ പറയുന്ന പഞ്ചാര ഒലിപ്പിക്കുക, പോയി ആളെ സൂപ്പിച്ചു കൊടുക്കുക, പണം വാങ്ങുക, പിന്നെ മൈൻഡ് ചെയ്യാതെ കിടക്കുക. നമ്മൾ ഈ ക്യാഷ് കൊടുത്തു പോകുന്ന ആ ഒരു രീതിയിലേക്ക് പിന്നെ അതുമല്ലാതായി തീരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ അപ്പുറം മൊത്തം കമന്റ് ചെയ്ത് കൊടുക്കണം.